നമസ്കാരം കുഞ്ഞുങ്ങളെ, ഏവർക്കും വിജയമന്ത്ര ഓൺലൈൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബണ്ടി എന്ന ചാപ്റ്ററിൻ്റെ പകുതി ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ക്ലാസ്സിലേക്ക് കയറാം. അപ്പോൾ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മന്നു ഭണ്ഡാരിജിയുടെ ആപ്കാ ബണ്ടി എന്ന് പറയുന്ന ഉപന്യാസത്തിൻ്റെ ഒരംശമായ ബണ്ടി എന്ന ചാപ്റ്ററായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ റൈറ്റർ ആരായിരുന്നു? മന്നു ഭണ്ഡാരി. ചാപ്റ്ററിൻ്റെ പേര് ബണ്ടി. ഇതിനകത്തെ കഥാപാത്രങ്ങളാണ്, മെയിൻ കഥാപാത്രങ്ങളാണ് ബണ്ടിയും ബണ്ടിയുടെ അമ്മയും. അപ്പോൾ അവർ തങ്ങളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. പഹലെ ജബ് കഭി ഉസ്കി छुट्टी होती है और मम्मी की नहीं होती, मम्मी उसे भी अपने साथ कॉलेज ले जाया करती थी. पहले जब कभी उसकी छुट्टी होती है, അതായത് മുമ്പൊക്കെ ബണ്ടിക്കായിരിക്കും ആദ്യമേ അവധി ഉണ്ടാകുന്നത് ബണ്ടിക്കായിരിക്കും. അപ്പം മുമ്പൊക്കെ എപ്പോഴാണോ ബണ്ടിക്ക് ഉസ്കി ചുട്ടി ഹോത്തി, കിസ്കി ബണ്ടിക്ക് എപ്പോഴാണോ അവധിയൊക്കെ ഉണ്ടാകുന്നത്, ഓർ മമ്മിക്ക് നഹി ഹോത്തി, ആ സമയത്ത് അമ്മയ്ക്ക് എന്താണ് അവധിയൊന്നും ഇല്ലായിരിക്കും. മമ്മി ഉസേ ഭി അപ്പനെ സാത്ത് കോളേജ് ലേ ജായ കർത്തി ഥി. അപ്പോൾ മമ്മി എന്ത് ചെയ്യും? ഉസേഫി കിസേഫി ആരെ കൂടെ ആയിരുന്നു? ബണ്ടിയെ കൂടെ അപ്പനെ സാത്ത് കോളേജ് ലേ ജായ കർത്തി ഥി, അവനെ കൂടെ അമ്മ കോളേജിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ചപ്പരാസി ഉസേ ദേഖ്തേ ഹി ഗോദ് മേ ഉഠാനെ ലഗാ തോ വ ഹാത്ത് ഛടക് ദേത്താ ഹെ. ചപ്പരാസിയുടെ അർത്ഥമാണ് പ്യൂൺ. ചപ്പരാസി ഉസേ ദേഖ്തേ ഹി, കിസേ ദേഖ്തേ ഹി? ബണ്ടിക്കോ ദേഖ്തേ ഹി. അതായത് ചപ്പരാസി ബണ്ടിയെ കാണുമ്പോഴേക്കിനും ഗോദ് മേ ഉഠാനെ ലഗാത്തോ. ഗോദ് മേ ഉഠാന, ഗോദ് ക്യാ ഹെ? ഗോദ് എന്ന് പറഞ്ഞാൽ മടിയിൽ. അതായത് മടിയിലേക്ക് ചപ്പരാസി അവനെ കാണുമ്പോഴേക്കും മടിയിലേക്ക് എടുത്തു വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ തോ വഹാ ഛടക് ദേത്താ ഹെ. വഹ ബണ്ടി എന്ത് ചെയ്യും? ഹാ ഛടക് ദേന എന്ന് പറഞ്ഞാൽ കൈ തട്ടി മാറ്റുമായിരുന്നു. മമ്മി കെ കമരെ കെ ഏക് കോനെ മേ ഹി ഉസ്കെ ലിയെ ഏക് ചോട്ടി സി മേജ് കുർസി ലഗ്വാ ദി ജാത്തി. മമ്മി കെ കമരയ്ക്ക് ഏക്ക് കോനേമേഹി, അമ്മയുടെ കമര റൂമിൻ്റെ ഏക്ക് കോനേമേഹി, അമ്മയുടെ റൂമിൻ്റെ ഒരു കോർണറിൽ, കോന മീൻസ് ഒരു കോർണറിൽ ഉസ്കേലിയെ കിസ്കേലിയെ ബണ്ടിക്ക് വേണ്ടി ഏക്ക് ചോട്ടി സി മേസ് കുർസി ലഘുവാദി ജാതി, ബണ്ടിക്ക് വേണ്ടി ഒരു ചെറിയ മേശയും കസേരയും അവിടെ വെച്ചേക്കുമായിരുന്നു. ജിസ് പർ बैठकर वह ड्राइंग बनाया करता. ജിസ് പർ बैठकर, ഉസ് മേസ് കുർസി പർ बैठकर, ആ മേശയും കസേരയും ഉപയോഗിച്ചുകൊണ്ട് അതിലിരുന്നു കൊണ്ട് അവൻ എന്ത് ചെയ്യുമായിരുന്നു? വ ഡ്രോയിങ് ബനായ കർത്ത ഥ, അവൻ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. कमरे में कोई भी घुसता तो एक बार हंसी लपेटकर आंखों में ज़रूर उसे दुलरा देता. കമരേമേ കോയി ഭി ഖുസ്താത്തോ, ആ റൂമിലേക്ക് ആരെങ്കിലും ഖുസ്ന കടന്നു വരിക, ഖുസ്താത്തോ കടന്നു വരുമ്പോൾ ഏക് ബാർ ഹസി ലപേടുക്കർ, ഒരു പ്രാവശ്യം എന്താണ് ചിരിയൊക്കെ ഒന്ന് ചിരിയൊക്കെ ഒന്ന് ഒതുക്കി, ആംഖോമേ കണ്ണുകൾ കൊണ്ട് ജറൂർ ഉസേ ദുൽരാദേത്ത, അവനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യാണ്? ദുൽരാദേന ലാളിക്കുക. ദുൽരാന എന്ന് വെച്ചാൽ ലാളിക്കുക. അപ്പോൾ ആ മുറിയിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ അവരെന്ത് ചെയ്യും? ചിരിയൊക്കെ ഒന്ന് പതുക്കെ ഒതുക്കിയിട്ട് കണ്ണുകൾ കൊണ്ട് അവനെ ലാളിക്കുമായിരുന്നു. ദുൽരാദേന ലാളിക്കുക. തബ് മമ്മിക്ക് ഓർ ദേഖ്ത, അപ്പോൾ അവൻ എന്ത് ചെയ്യും? അമ്മയെ ഒന്ന് നോക്കും. पर उस कुर्सी पर बैठकर मम्मी का चेहरा अजीब तरह से सख्त हो जाया करता. പക്ഷേ ആ കുർസിയിലിരിക്കുമ്പോൾ എന്താണ്? കുർസി പർ ബൈഠ്കർ മമ്മി കാ ചെഹര, പക്ഷേ ആ കുർസിയിലിരിക്കുമ്പോൾ അമ്മയുടെ ചെഹര കാ അർത്ഥ ഹെ ഫേസ്, മുഖം,
അജീബ് തരസെ സഖ്ത് ഹോ ജായ കർത്താ ഥ. അജീബ് തരസെ വിചിത്രമായ രീതിയിൽ, അജീബ് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് വിചിത്രം, വിചിത്രമായ രീതിയിൽ സഖ്ത് ഹോ ജായ കർത്താ ഥ, കാഠിന്യമുള്ളത് അല്ലെ കടുപ്പമുള്ളതായിട്ട് മാറുന്നു. അപ്പോൾ അമ്മ ആ കസേരയിലിരിക്കുമ്പോൾ അമ്മയുടെ ഫേസ് എങ്ങനെയാണ്? ഒരു വിചിത്രമായ രീതിയിൽ കടുപ്പമുള്ളതായി മാറുന്നു. लगता है मानो अपने असली चेहरे पर कोई दूसरा चेहरा लगा लिया हो. അത് കണ്ടാൽ എന്തുപോലെ തോന്നും? അപ്പനെ അസലി ചെഹരയപ്പോൾ, തൻ്റെ അസലി ചെഹര, അസലി എന്ന് പറഞ്ഞാൽ എന്താ? അസലി ചെഹരേപ്പർ, അസലി എന്ന് പറഞ്ഞാൽ റിയലായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ചെഹര ഫേസ്, അത് കണ്ടാൽ തോന്നും തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഫേസിലേക്ക് കൊയ് ദൂസര ചെഹര ലഗാലിയാഹോ, ഏതാണ് അതായത് വേറെ ഏതോ ഒരു ഫേസ് വന്നു ചേർന്ന പോലെ തോന്നും. അപ്പം തൻ്റെ റിയലായിട്ടുള്ള ഫേസിലേക്ക് മറ്റേതോ ഫേസ് അല്ലെ മറ്റേതോ ചെഹര മുഖം വന്നു ചേർന്നതുപോലെ തോന്നും. അസലി എന്നുള്ളതിൻ്റെ അർത്ഥം യഥാർത്ഥമായിട്ടുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റാണ് നക്കലി. നക്കലി, അസലി എന്നുള്ള വേടിൻ്റെ വിലോം ശബ്ദമാണ് നക്കലി. അപ്പോൾ അമ്മ ആ കസേരയിലിരിക്കുമ്പോൾ അമ്മയുടെ ഫേസ് വിചിത്രമായ രീതിയിൽ കടുപ്പമേറിയതായി മാറുന്നു. അത് കണ്ടാൽ തോന്നും അമ്മയുടെ യഥാർത്ഥ ഫേസിൽ ഏതോ ഒരു പുതിയൊരു ഫേസ് വന്നു ചേർന്നതുപോലെ തോന്നും. മമ്മി കെ പാസ് ജറൂർ ഏക് ഓർ ചെഹര ഹേ, അമ്മയുടെ പക്കൽ അല്ലെ അമ്മയുടെ അടുത്ത്, അമ്മയിൽ എന്താണ്? തീർച്ചയായിട്ടും വേറൊരു മുഖം കൂടി ഉണ്ട്. ചെഹരാഹി നഹി, കേവലം ഫേസ് മാത്രമല്ല, ആവാസ് ഭി കൈസി സഖ്ത് ഹോ ജാതി ഹേ, അമ്മയുടെ ആ വോയിസ്, അമ്മയുടെ ആ സൗണ്ട്, ആവാസിൻ്റെ അർത്ഥം ശബ്ദം പോലും ഇത്രത്തോളം കടുപ്പമേറിയതായി മാറുന്നു. ബോൾത്തി ഹേ തോ ലഗ്താ ഹേ ജൈസെ ഡാണ്ട് രഹി ഹോ, അമ്മ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് തോന്നും, എന്താണ് തോന്നുന്നത്? ഡാണ്ട് രഹി ഹോ, ഡാണ്ടിന ശകാരിക്കുക, ആരെയെങ്കിലും ശകാരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഡാണ്ട് ശകാരം. ബണ്ടിക്കോ മമ്മി ബഹുത് ഹി കം ഡാണ്ട്തി ഹേ, ബണ്ടിയെ അമ്മ വളരെ കുറച്ച് മാത്രം, ബഹുത് ഹി കം വളരെ കുറച്ച് മാത്രമേ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ അല്ലെ ശകാരിച്ചിട്ടുള്ളൂ. ബസ് പ്യാർ കർത്തി ഹേ, പക്ഷെ അവനെ വളരെയേറെ ഇഷ്ടമായിരുന്നു. ഇസ്ലിയെ യോം സഖ്ത് ചെഹര ഡാണ്ട്തി പ്രിൻസിപ്പൽ കി കുർസി പർ ബൈഠി മമ്മി ഉസേ കഭി അച്ഛി നഹി ലഗ്തി, അതുകൊണ്ടാണ് എന്താണ് യോം സഖ്ത് ചെഹര ഡാണ്ട്തി, അതായത് കടുപ്പമേറിയ ഫേസോടുകൂടി ശകാരിക്കുന്ന പ്രിൻസിപ്പലിൻ്റെ കുർസി കസേരയിലിരിക്കുന്ന മമ്മിയെ അവന് ഇഷ്ടമില്ലായിരുന്നു. കാരണം എന്താ പറയുന്നത്, അത്രയും ശകാരിക്കുകയും അത്രയും കടുപ്പമേറിയ ഫേസും ഒന്നും ആർക്കിഷ്ടമല്ലായിരുന്നു? ബണ്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതായത് ബണ്ടിയെ അമ്മ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്, വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ബണ്ടിക്ക് ഈ കാഠിന്യമേറിയ രീതിയിൽ സംസാരിക്കുകയും കടുപ്പം നിറഞ്ഞ ഫേസോടുകൂടിയും ശകാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പലിൻ്റെ കസേരയിലിരിക്കുന്ന ആ അമ്മയെ ആ ബണ്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ ആ പോസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പോസ്റ്റാണ്. അത്രയും ഉത്തരവാദിത്തം ആർക്കുണ്ട്? അമ്മയ്ക്കുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുമ്പോഴാണ് അമ്മയ്ക്ക് വേറൊരു ഫേസായിട്ട് തോന്നുന്നത്. കാരണം വീട്ടിലിരിക്കുന്ന വീട്ടിൽ പെരുമാറുന്ന രീതിയിലുള്ള ആ മുഖമല്ല ഓഫീസിൽ ചെല്ലുമ്പോൾ കോളേജിൽ ചെല്ലുമ്പോൾ അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളോടുള്ള ജോലി തിരക്കും ടെൻഷനും എല്ലാം തന്നെ ആ ഫേസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് വഹാം उसके और मम्मी के बीच में बहुत सारी चीज़ें आ जाती है. वहाँ അവിടെ എവിടെ? കോളേജ് മേ. വഹാം ഉസ്കെ ഓർ മമ്മി കെ ബീച്ച് മേ, ഉസ്കെ ബണ്ടി, അപ്പം അവിടെ എന്ന് പറയുന്നത് ബണ്ടി മാമിൻ്റെയും ഇടയിൽ ബഹുത് സാരി ചീസേ ആ ജാതി ഹേ, അവിടെ ഈ ബണ്ടിക്കും മാമിനും ഇടയിൽ അമ്മയ്ക്കും ഇടയിൽ ധാരാളം കാര്യങ്ങൾ വന്നു ചേരുന്നു. മമ്മി കാ നകലി ചെഹര
कॉलेज, कॉलेज की बड़ी सी बिल्डिंग, कॉलेज के ढेर सारी लड़कियाँ, कॉलेज के ढेर सारे काम, थोड़ी थोड़ी देर में बजने वाले घंटे, घंटा बजने पर होने वाली हलचल, इन सब के एक सिरे पर वह रहता है चुपचाप सहमासा और दूसरे पर मम्मी रहती है किसी को आदेश देती हुई, किसी के साथ सलाह मशवरा करती हुई, किसी को डांटती हुई. അപ്പോൾ പറയുകയാണ് അവിടെ ആ കോളേജിലെ അനുഭവം പറയാണ്. അവിടെ എന്ന് പറയുന്നത് ബണ്ടിയുടെയും മമ്മിയുടെയും ഇടയിൽ ധാരാളം കാര്യങ്ങൾ വന്നു ചേരുന്നു. മമ്മിക്ക് നക്കലി ചെഹര, അമ്മയുടെ ആ നക്കലി ചെഹര, നക്കലി എന്ന് വെച്ചാൽ എന്താണ്, കൃത്രിമമായിട്ടുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നേരത്തെ ഞാൻ പറഞ്ഞ അസലി എന്ന് പറയുന്ന വേർഡ്. യഥാർത്ഥ ചെഹര, മമ്മിക്ക നക്കലി ചെഹര, അമ്മയുടെ എന്താണ് നക്കലി ചെഹരയാണ്, കൃത്രിമത്വം നിറഞ്ഞ ഫേസ്. കോളേജ്, കോളേജ് കി ബഡി സി ബിൽഡിംഗ്, കോളേജിൻ്റെ ആ വലിയ കെട്ടിടങ്ങൾ. കോളേജ് കെ ഢേർ സാരി ലഡ്കിയാം, കോളേജിലുള്ള ധാരാളം പെൺകുട്ടികൾ. കോളേജ് കെ ഢേർ സാരെ കാം, കോളേജിലെ ധാരാളം ജോലികൾ. തോടി തോടി ദേർ മേ ബജനെ വാലെ ഗണ്ടെ, ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്ന അല്ലെ മുഴങ്ങിക്കേൾക്കുന്ന ആ മണിനാദങ്ങൾ, മീൻസ് ആ ബെല്ലടികൾ. ഘണ്ട ബജനെ പർ ഹോനെ വാലെ ഹൽച്ചൽ, അതുപോലെ ഈ ബെല്ലടിക്കുമ്പോഴുണ്ടാകുന്ന പിന്നെന്താ കോലാഹലങ്ങൾ. ഹൽച്ചൽ, ഹൽച്ചൽ എന്ന് പറയുന്നത് കോലാഹലം, ബഹളം. ഘണ്ട എന്ന് പറഞ്ഞാൽ മണി. ഇൻ സബ് കെ ഏക് സിരേ പർ, ഇതിൻ്റെ എല്ലാം ഇടയിൽ ഒരു അറ്റത്ത് വഹ് രഹ്താ ഹെ ചുപ്ചാപ്പ്, അവനിരിക്കുന്നു നിശബ്ദനായിട്ട്. ചുപ്ചാപ്പ്, നിശബ്ദതയോടുകൂടി. ചുപ്ചാപ്പിൻ്റെ അർത്ഥമാണ് നിശബ്ദതയോടുകൂടി. സഹമാസ, സഹമാസ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, സഹമാസ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിക്കൂടി. ഓർ ദൂസരേ പർ മമ്മി രത്തി, അപ്പം ഇതിൻ്റെ എല്ലാം ഇടയിൽ ഒരു കോണിൽ അല്ലെ ഒരു സൈഡിൽ ആരിയ്ക്കുന്നു, ഒരറ്റത്ത് അവൻ ഇരിക്കുന്നു. എങ്ങനെ, നിശബ്ദനായിട്ട് ഒതുങ്ങിക്കൂടി അവനിരിക്കുന്നു. മറു സൈഡിൽ ആരിയ്ക്കുന്നു, അമ്മ ഇരിക്കുന്നു. ദൂസരി പർ മമ്മി രഹത്തി ഹെ, കിസി കോ ആദേശ് ദേത്തി ഹുയി, കിസി കെ സാത്ത് സലാഹ് മശ്വര കർത്തി ഹുയി, കിസി കോ ഡാണ്ടത്തി ഹുയി. അമ്മ എങ്ങനെ ഇരിക്കുന്നേ, കിസി കോ ആദേശ് ദേത്തി ഹുയി, എന്താ ആരോടൊക്കെയോ എന്താ മറ്റുള്ളവരോട് കുറേ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട്. പിന്നെ കിസി കെ സാ സലാഹ് മശ്വര കർത്തി ഹുയി, അതായത് കുറച്ച് പേർക്ക് എന്താ കുറച്ച് പേരെ ഉപദേശിക്കുകയും അതുപോലെ അവരെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. സലാഹ് മശ്വര കർണ, ഉപദേശിക്കുക, നിർദ്ദേശിക്കുക, ഇതൊക്കെയാണ് സലാഹ് മശ്വര കർണ എന്ന് പറയുന്നത്. കിസിക്കോ ഡാൺതി ഹുയി, കുറച്ച് പേരെ എന്താണ് ഓരോരുത്തരെ മറ്റുള്ളവരെ എന്താ ശകാരിച്ചുകൊണ്ട്. അപ്പം ഒരു സൈഡിൽ ബണ്ടി ഈ കോലാഹലങ്ങൾക്കിടയിൽ നിശബ്ദനായിട്ട് പതുങ്ങിയിരിക്കുന്നു. മറു സൈഡിൽ അമ്മ എങ്ങനെയാണ്, കുറച്ച് പേർക്ക് മറ്റുള്ളവരോട് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു, മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നു, അതുപോലെ മറ്റുള്ളവരെ ശകാരിക്കുന്നു. ഓർ ഈസിലി ഉസ്നെ കോളേജ് ജാനാ ചോടി, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടാണ് അവന് പിന്നീട് കോളേജിൽ പോകാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നത്. ഘർ മേ ചാഹെ വഹ അക്കേല രഹേ പർ വഹ നഹീ ജാത്ത, അതായത് ഘർ മേ ചാഹെ വഹ അക്കേല രഹേ, വീട്ടിൽ അവന് ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ പോലും, അക്കേല രഹന, ഒറ്റയ്ക്കിരിക്കുക, തനിച്ചിരിക്കുക. ഘർ മേ ചാഹെ വഹ അക്കേല രഹേ പർ വഹാം നഹീം ജാത്ത, പക്ഷേ വീട്ടിൽ ഒറ്റയ്ക്ക് അവൻ ഇരിക്കുകയാണെങ്കിലും അവൻ അവിടെ പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു, അവന് താല്പര്യമില്ലായിരുന്നു, അവൻ അവിടെ പോവുകയില്ലായിരുന്നു. വഹാം കിസ്കെ പാസ് ജായേ, അവിടെ അവന് ആരുടെ അരികിൽ പോകാൻ സാധിക്കും, എവിടെയെങ്കിലും പോകാൻ സാധിക്കുമോ, അവിടെ ആരുടെ അടുത്ത് പോകാൻ അവന് സാധിക്കും, അവനവിടെ എങ്ങും പോകാൻ സാധിക്കുകയില്ല. മമ്മി തോ വഹാ രഹത്തി നഹി, അമ്മ പോലും അവൻ്റെ അടുത്ത് ഇല്ല. രഹത്തി ഹേ ബസ് ഏക് പ്രിൻസിപ്പൽ, അഥവാ അമ്മ അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, ഒരു പ്രിൻസിപ്പലിനെ പോലെ ആയിരിക്കും. ജിൻകെ ചാരോ ഓർ ബഹുത് സാരെ കാം, അവരുടെ നാല് ചുറ്റിനും എന്താണ് ധാരാളം ജോലികൾ. ബഹുത് സാരെ ലോഗ് രഹത്തെ ഹേ, ധാരാളം ആൾക്കാർ നിൽക്കുന്നു അല്ലെ അവിടെ കാണപ്പെടുന്നു. നഹി രഹ്താ ഹേ തോ കേവൽ ബണ്ടി, അവിടെ ഇല്ലാത്തത് കേവലം ബണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയുണ്ട്, അവൻ ആരുടെ അടുത്ത് പോകാനാണ്, അമ്മ അവൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ആരാ, കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. രഹത്തി രഹത്തോ ബസ് ഏക് പ്രിൻസിപ്പൽ, അവിടെ ഇരിക്കുന്ന ആരാന്ന് വെച്ചാൽ അവിടെ ഒരു പ്രിൻസിപ്പലാണ് ഇരിക്കുന്നത്. ആ പ്രിൻസിപ്പലിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ധാരാളം ജോലികളുണ്ട്, ധാരാളം ആൾക്കാരുകൾ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഇല്ലാത്തത് എന്ന് പറയുന്നത് ആരാണ്, കേവലം ബണ്ടി മാത്രമാണ് അവിടെ ഇല്ല. നഹി രഹത്താത്തോ കേവൽ ബണ്ടി, അവിടെ ഇല്ലാത്തത് എന്ന് പറയുന്നത് കേവലം ബണ്ടി മാത്രമേ ഉള്ളൂ.
അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വഹാ ഉസ്കെ ഓർ മമ്മി കെ ബീച്ച് മേ ബഹുത് സാരി ചീസേ ആ ജാത്തി ഹേ വ ബണ്ടിക്ക് അപ്പനി ദുനിയ നഹീ ഥി. അതായത് അവിടെ അമ്മയ്ക്കും മകൻ്റെയും ഇടയിൽ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. വഹ ബണ്ടിക്ക് അപ്പനി ദുനിയ നഹി, അതെന്ന് പറയുന്നത് ബണ്ടിയുടെ ലോകമേ അല്ല, ബണ്ടിയുടെ ലോകമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ പറ്റി കോളേജിൽ ചെന്ന് കഴിയുമ്പോഴുള്ള അമ്മയും മകൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ഇസ് ഹാലത്ത് മേ ബണ്ടിക്ക് വിചാർ ക്യാ ഹോ സക്തേ ഹേ ലിഖേ. അതായത് ഈ സമയത്ത് ഈ അവസ്ഥയിൽ ബണ്ടിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തകൾ വരുന്നത് അത് നമുക്കൊന്ന് എഴുതാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ബണ്ടി പറയുന്നത് എന്താണ്? ബണ്ടിക്കോ വഹാൻ ജാനെ കെ ലിയെ തയ്യാർ നഹി ഹേ, വോ നഹീ ചാഹത്തെ ഹേ കി വഹാൻ ജാന നഹീ ചാഹത്തെ ഹേ. അവന് അവിടെ പോകാനായിട്ട് അവൻ തയ്യാറല്ല, അവൻ അവിടെ പോകുന്നത് ഇഷ്ടവും അല്ല. പിന്നീട് അടുത്തത് നമുക്ക് പറയാം, ബണ്ടിയുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഇതായിരിക്കും, ഒരു തോട്ട് ഇതായിരിക്കും, എന്താ? മാം മുജേ യഹാ ക്യോ ലേ ആത്തി ഹേ. അമ്മ എന്തിനാണ് പിന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? പിന്നെ എന്താണ്? ജഗ മുझे അച്ഛാ നഹി ലഗ്ത. ഈ പ്ലേസ് എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്കിഷ്ടമായിട്ട് തോന്നുന്നില്ല. മാം തോ യഹാ ആക്കർ മാം നഹി രഹ് ജാതി. പക്ഷേ അമ്മ ഇവിടെ വന്നപ്പോഴത്തേക്കിനും അമ്മയല്ലാതെയായി. എന്നുവെച്ചാൽ അവിടെ എന്താണ്? ഏക്ക് പ്രിൻസിപ്പൽ വഹാം രഹതി ഹേ. ഒരു പ്രിൻസിപ്പലാണ് അവിടെ കാണപ്പെടുന്നത്. പ്രിൻസിപ്പൽ വാല യഹ് ചെഹ്റ ബണ്ടിക്കോ പസന്ത് നഹി ആയ. അതായത് പ്രിൻസിപ്പൽ എന്നുള്ള ആ ഒരു മുഖം, അമ്മയുടെ ആ ഒരു പ്രൊഫഷൻ പ്രിൻസിപ്പലാണ്. അപ്പോൾ അമ്മയുടെ ആ ഒരു ഫേസ് അവന് ഇഷ്ടമല്ലായിരുന്നു. ഇത് പ്രിൻസിപ്പൽ എന്നുള്ള പദവിയിലുള്ള ആ ഒരു ഫേസ്. പിന്നെ പറയുന്നത് യഹാം മാ വ്യസ്തരത്തിഹി. അവിടെ എപ്പോഴും അമ്മ എങ്ങനെയാണ്? ബിസിയാണ്. ജിൻകെ ചാരോ ഓർ ബഹുത് സാരെ കാം ഹേ ബഹുത് സാരെ ലോഗ് രഹത്തെ ഹേ. അതായത് അവിടെ എന്ന് പറയുമ്പോൾ അമ്മ അവിടെ ബിസിയാണ്. അമ്മയുടെ പക്കൽ ധാരാളം ജോലികളും ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം ആൾക്കാരും ഉണ്ട്. इसलिए तो यही ബണ്ടിക്ക് മൻമേ ആനെ വാലെ വിചാർ. ഇതാണ് ബണ്ടിയുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇസ് ഹാലത്തുമേ ബണ്ടിക്ക് വിചാർ ക്യാ ക്യാ ഹോ സക്തേ ഹേ എന്നുള്ളതാണ് ഞാനിപ്പോൾ ആൻസർ തന്നത്. കാരണം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബണ്ടിക്ക് അവിടെ പോകാൻ യാതൊരു താല്പര്യവുമില്ല. പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്? മാം ബണ്ടി ഇസ് പ്രകാർ കത്തെ ഹേ കി മാം മുझे യഹാ ക്യോ ലേ ആത്തി ഹേ. എന്നെ എന്തിനാണ് ഇവിടോട്ട് കൊണ്ടുവന്നത്? ജ മുझे അച്ഛാ നഹി ലഗ്ത. ഈ പ്ലേസ് എനിക്ക് ഇഷ്ടമല്ല. മാം തോ യഹാം ആക്കർ മാം നഹി രഹ് ജാതി. അമ്മ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ അമ്മ എന്നുള്ള പോസ്റ്റിലല്ല നിൽക്കുന്നത്. ഏക്ക് പ്രിൻസിപ്പലിക്ക് രൂപമേ വഹാരത്തെ. ഒരു പ്രിൻസിപ്പൽ എന്ന രീതിയിലാണ് അവിടെ കാണപ്പെടുന്നത്. പ്രിൻസിപ്പൽ വാല യഹ് ചെഹ്റ ബണ്ടിക്കോ പസന്ത് നഹി ആത്ത. അതായത് ഈ പ്രിൻസിപ്പൽ എന്നുള്ള ആ ഒരു സ്ഥാനത്തിലിരിക്കുന്ന ആ ഫേസ് അവന് ഇഷ്ടമല്ലായിരുന്നു. യഹാം മാം ക്യാ ഹേ വ്യസ്ത് രഹത്തി ഹേ. അവിടെ ഭയങ്കര ബിസിയിലാണ് അമ്മ. ജിൻകെ ചാരോ ഓർ ബഹുത് സാരെ കാം ഹേ ബഹുത് സാരെ ലോഗ് രഹത്തെ ഹേ. അമ്മയുടെ ചുറ്റും എന്താ? ധാരാളം ജോലികളുമുണ്ട്, അതുപോലെ തന്നെ ധാരാളം ആൾക്കാരും അമ്മയുടെ ചുറ്റുമുണ്ട്. ഇസ്ലിയേ തോ വോ വ്യസ്ത് ഹേ, ബിസിയാണ്. വ്യസ്ത് എന്ന് പറഞ്ഞാൽ ബിസി. അപ്പോൾ നമ്മൾ ബണ്ടി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിരിക്ത വാചനവുമായി ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഒന്നും കാണുകയില്ല. എങ്കിലും നല്ലൊരു ചാപ്റ്ററാണ്. നിങ്ങളത് വായിച്ച് നിങ്ങളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.